കേരള തീരത്ത് ചക്രവാത ചുഴി രൂപപ്പെട്ടു. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിന് അരികെയാണ് ഈ ചക്രവാത ചുഴി ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 7 ദിവസം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പും. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഒരു 2 ദിവസത്തെ ഇടവേള ലഭിച്ചിരുന്നു, വീണ്ടും മഴ മുന്നറിയിപ്പാണ്. അത് തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാലവർഷം കേരളത്തിലേക്ക് എത്തിയെങ്കിൽ പോലും കാലവർഷം എത്തിയതിനു ശേഷം ശക്തമായ മഴ ലഭിക്കുമെന്നായിരുന്നു പ്രവചനമുണ്ടായിരുന്നത്. എന്നാൽ അത്തരത്തിൽ മഴ ലഭിക്കുകയും ചെയ്തതുമില്ല. എന്നാൽ വീണ്ടും ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടുവെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി അറിയാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെക്ക് കിഴക്കൻ അറബിക്കടലിലാണ് ഈ ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുന്നത്. ശക്തമായ കാറ്റും ഇടിയോട് കൂടിയ മഴയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനമുണ്ടായിരിക്കുന്നത്. ഇതിന്റെ ഫലമായി അടുത്ത 7 ദിവസം വ്യാപകമായിട്ടുള്ള മഴ ലഭിക്കുമെന്നും പറയുന്നുണ്ട്. 30 മുതൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുവാനുള്ള സാധ്യതയും ഉണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. എന്തായാലും ഈ തീരദേശ മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന് പുറപ്പെടുന്നവരും അത്തരത്തിലൊരു ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. നിലവിൽ ഉയർന്ന തിരമാലകളാണ് ഉള്ളത്. അതുപോലെ തന്നെ കടൽക്ഷോഭം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അറിയിക്കുന്നുണ്ട്. മാത്രമല്ല തീരദേശത്ത് താമസിക്കുന്നവരടക്കം ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലുള്ളവരും ഈ ഉരുൾപൊട്ടലടക്കമുള്ള മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിൽ ഒരു മുൻകരുതൽ എടുക്കണമെന്നും മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അനു.